ഞാനിവിടെ ഇല്ലായിരുന്നു, രാവിലെ മുതൽ യാത്രയായിരുന്നു. ഇതിനിടയിൽ ആരാടാ ഞങ്ങളുടെ വെള്ളാപ്പള്ളി സാറിനടുത്ത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളുമായി ചെന്നത്? ഒന്ന് പോടപ്പാ. ഒന്നാമത് വെള്ളാപ്പള്ളി സാറ് ആവശ്യപ്പെട്ടതിനെതിരെ എല്ലാവരും കൂടി വോട്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ് തോറ്റതെന്ന് നാട് മുഴുവൻ പറഞ്ഞ് ആകപ്പാട് ഗോവിന്ദമാഷും മുഖ്യമന്ത്രിയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞത്. ബാക്കി മുഴുവൻ ആളുകളും പറഞ്ഞ് ഷെഡ്ഡിൽ കയറ്റി അവിടെ ഇരുത്തിയതിന് ശേഷം എല്ലാ ദിവസവും ഒരുങ്ങി കുറിയൊക്കെ തൊട്ട് മാധ്യമപ്രവർത്തകരെ വാ വാ എന്നും പറഞ്ഞ് കാത്തിരിക്കുന്ന വെള്ളാപ്പള്ളി സാറ് ഇതെങ്ങോട്ടും ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഒന്ന് ഇരുന്നിട്ട് ശിവഗിരി തീർത്ഥാടനമായിട്ടൊന്ന് പുറത്തിറങ്ങിയപ്പോൾ മോശക്കാരല്ലല്ലേ? വെള്ളാപ്പള്ളി സാറിൻ്റെ അടുത്ത് ചോദ്യം കൊണ്ട് ചെന്നേക്കുന്നതേ ഇത് കേട്ടു നോക്ക്. എന്താ എനിക്ക് പറയാൻ അവസരം സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് തുടങ്ങും സത്യമല്ലേ? ഞാൻ 3 ജില്ല കേൾക്കുന്നുണ്ട് മലബാർ പ്രദേശത്ത്. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം കേൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. പിന്നെന്താ തുടങ്ങാൻ പറ്റാത്ത അനുവാദം സർക്കാരിന്റെ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പലതരം രസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അമ്പമ്പമ്പോ ഇത് വല്ലാത്തൊരു രസമായിപ്പോയി. നാക്ക് മടക്കിയാണ് ഓടപ്പാ പോടറാ എന്ന് പറഞ്ഞത്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ? അതും വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ. നീ എന്ത് ചോദ്യമാണ് ചോദിച്ചത്? അവിടെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അനുവാദം തരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ആരാണ് അനുവാദം തരാത്തത്? 10 കൊല്ലമായി അനുവാദം ചോദിച്ചിട്ട് തന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ സ്വഭാവം മാറിയത്. അതൊരു ശരിയായ ഏർപ്പാടാണോ അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ പോലെ ഒരാളിനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പ്രത്യേകിച്ച് കേരളത്തിൽ മുഴുവൻ ആഹ്വാനം ചെയ്ത് എങ്ങനെ അദ്ദേഹം ആഹ്വാനം ചെയ്തോ അതിനെതിരെ മുഴുവൻ ആളുകൾ വോട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വാർഡിൽ പോലും വേറെ എതിർ സ്ഥാനാർത്ഥി വിജയിച്ച് അങ്ങനെ വല്ലാതിരിക്കുമ്പോൾ എന്നാൽ മിണ്ടാതെ വന്ന് ശ്രീനാരായണ ഗുരുദേവൻ ആഹ്വാനം ചെയ്ത ശിവഗിരി തീർത്ഥാടനത്തിൽ ഒന്ന് പങ്കെടുത്തിട്ടങ്ങ് പോകാം എന്ന് വിചാരിച്ചപ്പോൾ നിൻ്റെയൊക്കെ കോലും കൊണ്ടുള്ള ഒരു ചോദ്യം വല്ലാത്തൊരു ചോദ്യമായിപ്പോയി. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? പോടപ്പാ ഓടപ്പാ എന്ന് പറഞ്ഞ് സാക്ഷാൽ ഒരു നിമിഷം അദ്ദേഹം ഈ പറഞ്ഞ പദവിയും അദ്ദേഹത്തിനിപ്പോൾ ആളുകളെല്ലാം കൂടെ കൽപ്പിച്ച് നൽകിയിരിക്കുന്ന സ്ഥാനമെല്ലാം അങ്ങ് മറന്ന് യഥാർത്ഥ മനുഷ്യനായി മാറി. അന്നേരമാണ് പുള്ളി നാക്ക് ചുരുട്ടി ഓടിച്ചത്. വല്ലാത്തൊരു ചോദ്യവും വല്ലാത്തൊരു ഉത്തരവും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഈ മലപ്പുറം എന്നത് അദ്ദേഹം മാറ്റി ഇപ്പോൾ കാസർഗോഡും വയനാടും കൂടെ അതിനകത്ത് ചേർത്ത് മലപ്പുറം എന്നത് പ്രത്യേകം ഉള്ളത് ഡൈല്യൂട്ട് ചെയ്ത് വേറൊരു രൂപത്തിലേക്കാക്കി. നോക്കണം, മലപ്പുറത്ത് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും പ്രതിപക്ഷം ഇല്ലാതായിപ്പോയി. ഇനി വയനാടും കാസർഗോഡും കൂടെ നേരത്തെ ചേർത്തിരുന്നെങ്കിൽ അവിടെയും പ്രതിപക്ഷമില്ലാത്ത സ്ഥിതി വന്നേനെ. സത്യത്തിൽ ഒരു മനുഷ്യനും ഇതുപോലൊരു ജീവിതം നൽകരുത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യരുത്. മേലിലെങ്ങാണം ഏതെങ്കിലും പത്രക്കാരിങ്ങനെ ചോദിച്ചാൽ ആ മൈക്ക് പിടിച്ച് ദൂരേക്കെറിയും. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് എല്ലാ സംഗതികളും എല്ലാ അവസരവും നൽകി പ്രോത്സാഹിപ്പിച്ചിരുന്ന ആൻഡോ അഗസ്റ്റിൻ മുതലാളിയുടെ ചാനൽ തന്നെയാണ് ഈ കമ്പ് നീട്ടി ചോദ്യം ചോദിച്ചത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ സമയത്തുണ്ടായിരുന്ന ഭാവരസത്തെ നമ്മുടെ നാട്യമുനി ഒരു പ്രത്യേകതരം വികാരം ചേർത്ത്, അതായത് രൗദ്രവും കോപവും ഹാസ്യവും ദേഷ്യവും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പ്രത്യേകതരം കൗപാക എന്നൊക്കെ പറയുന്ന ഒരു വികാരം ഇനി എഴുതി ഉണ്ടാക്കുമായിരിക്കും. കാത്തിരിക്കാം.